ഇതൊരു സ്പിൻ ഓഫ് സിനിമയാണ് അല്ലെങ്കിൽ സീരീസ് ആണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ആദ്യം തോന്നുക? എന്ത് സ്പിൻ ഓഫ് ആയാലും ഒറിജിനലിൻ്റെ അത്രയൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളൊരു സംഭവമായിരിക്കുമല്ലോ മെജോറിറ്റി ആൾക്കാർക്ക്. അതിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ്, ഹൗസ് ഓഫ് ദി ഡ്രാഗൺ ആയാലും ഈ ഗെയിം ഓഫ് ത്രോൺസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതിൻ്റെ അത്രയും ആ ലെവലിലേക്ക് ഈ ഹൗസ് ഓഫ് ദി ഡ്രാഗനൊക്കെ എത്തിക്കണമെങ്കിൽ ഇവർ തലയും കുത്തി നിൽക്കണം. ആ ഒരു സംഭവമാണല്ലോ ബേസിക്കലി ഉണ്ടാവുക. അതിലാകെ ഒരു അനോമലി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ബെറ്റർ കോൾ സോളും ബ്രേക്കിംഗ് ബാഡും ആണ്. അത് രണ്ടും ആ ഒരേ ഒരു ലെവലിൽ അവർ മാനേജ് ചെയ്തു എങ്ങനെയൊക്കെയോ. എന്നാൽ അത് മാത്രമല്ല, വേറൊരു സീരീസും കൂടെ ഇപ്പോൾ ഒറിജിനലിനെക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്പിൻ ഓഫ് 2002 ക്രിസ് പ്രാറ്റ് ഒക്കെ അഭിനയിച്ച ദ ടെർമിനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് നമ്മുടെ ആമസോൺകാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബെൻ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CIA ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ചങ്ങായി വരുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ സ്റ്റോറി വെച്ചിട്ട് ഒരു സ്പിൻ ഓഫ് ചെയ്യണമെന്ന് കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്. കാണുന്നത് വരെയും ഇത് തന്നെയായിരുന്നു എനിക്കും. പക്ഷെ കണ്ട് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ പോളി സാധനം. അതായത് CIAയും മൊസാദും കൂടെ ചേർന്നിട്ട് ഇറാനിയൻ ന്യൂക്ലിയർ ഫെസിലിറ്റീനെയൊക്കെ അറ്റാക്ക് ചെയ്ത അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഇഷ്ടമായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഒറിജിനലെക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഇതിലൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു എപ്പിസോഡൊക്കെ തീരെ എത്ര സമയം അറിയാം. അതായത് ഒരു വലിയൊരു മിഷനൊക്കെ ഓരോ എപ്പിസോഡിൽ ഓരോ മിഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ബോറടിയേ ഇല്ല, കാര്യങ്ങളൊക്കെ പടപടപടയെന്ന് നടക്കുന്നുണ്ട്. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. ഒരു ത്രില്ലർ സീരീസ് കാണാനുള്ളൊരു മൂഡിലാണെങ്കിൽ ധൈര്യമായിട്ട് കണ്ടോ. ദ ടെർമിനൽ ലിസ്റ്റ് ഡാർക്ക് വുൾഫ് എന്നാണ് സീരീസിൻ്റെ പേര്. പ്രൈം വീഡിയോയിലുണ്ട്.